So here we stop. So the answer ready undo increase in energy PV raised to n equal to constant polytropic process, and we had done the equation. The question was to first find the mass m from PV equal to mRT. We have find the mass m P1 equal to mRT1, and just m equal to P1 by RT1. We can find out the m here. And second question was to find the value of n index n from a polytrope plus PV raised to n equal to constant. We can also write as P1 V1 raised to n equal to constant equal to P2 V2 raised to n equal to constant equal to P2 V3 V3 raised to n equal to etc. So we can conclude that P1 V1 raised to n equal to P2 V2 raised to n. And from here V1 by V2 whole raised to n equal to P2 P1. And thereafter we can find out the value of n here by taking logarithm on both sides, right? By taking logarithm on both sides, we can find out the value of n here. And third question was find the internal energy delta U. I know that delta U equal to mCV T2 minus T1. Here T1 was already given in your question, but T2 is not given. We had to find out the value of T2 here. So നമ്മൾ ഒരു ഇങ്ങോട്ട് കുറെ റിലേഷൻഷിപ്പ് എഴുതി വെച്ചിരുന്നു ആദ്യം അല്ലെ, റിലേഷൻഷിപ്പ് എഴുതി വെച്ചിരുന്നു. അക്കോർഡിംഗ് ടു ദ റിലേഷൻഷിപ്പ് T2 by T1 equal to V1 by V2 whole raised to n minus 1 ആണ്. So thereafter we can find the value of T2. The only unknown value here it is T2 ആണ്. ബാക്കിയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. So we can find out the value of T2 here. Thereafter we can find out the value of delta U, that is mCV T2 minus T1. ആ വാല്യൂ ആണ് നിങ്ങൾക്ക് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. സോ ദാറ്റ് എന്തായിരുന്നു വാല്യൂ ഡെൽറ്റ യു? ഡെൽറ്റ യു എന്താ കിട്ടിയത്? ഡെൽറ്റ യു എന്താ കിട്ടിയത്? ഡെൽറ്റ യു ഞാൻ പേര് വിളിച്ച് ചോദിക്കണം. ഡെൽറ്റ യു 49531 ജൂൾ ആണോ? ജൂൾ. ഓക്കെ 49531 ആണോ? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂ 49.9 കിലോ ജൂൾ ആണ്. കുഴപ്പമില്ല, സെയിം തന്നെയാണ്. 49.9 കിലോ ജൂൾ ഓർ 49.5 കിലോ ജൂൾ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ക്യൂ കണ്ടുപിടിക്കലായിരുന്നു. സോ ഓഫ് ഫൈൻഡിങ് ക്യൂ, ഡെൽറ്റ യു ഹാസ് ഓൾറെഡി ഫൗണ്ട്. ഡെൽറ്റ യു കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡബ്ല്യു ഹിയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ പോളിട്രോപിക് പ്രോസസ് W equal to P1 V1 minus P2 V2 by n minus 1. So P1 is given, V1 is given, P2 is given, V2 is given, n is given. So we can find out the value of W here. W എന്താ കിട്ടിയത്? W work done. What is the value of work done in joule? -68027. Okay. നിങ്ങൾ ചെറിയ വേരിയേഷൻ വരും, കാരണം നിങ്ങൾ കിട്ടിയ വാല്യൂ മുതൽ ചെറിയ വരെയാണല്ലോ വാല്യൂസ്. സോ ചെറിയ വേരിയേഷൻ വരും. ടെക്സ്റ്റ് വാല്യൂ അതിനടുത്ത് സെയിം തന്നെയാണ്. എന്താണ് ഞാൻ എഴുതാം, -67438 ആണ് ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ. കുഴപ്പമില്ല, എങ്ങനെയായാലും. സോ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്, റൈറ്റ്? വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. സോ ഇറ്റ് ഈസ് പർട്ടിക്കുലർ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഏത് വാല്യൂ ആണ് ചെയ്യുന്നത് ആ വാല്യൂ തന്നെ ചെയ്യുക. ജൂളാണ് ചെയ്യുന്നതെങ്കിൽ കഴിയുന്നവരെ ജൂൾ തന്നെ ചെയ്യുക. ഇഫ് യു ഡൂയിങ് കിലോ ജൂൾ തന്നെ ചെയ്തു പോവാം. നിങ്ങൾ ജൂളാണ് ചെയ്തതെങ്കിൽ ആ ജൂൾ തന്നെ ചെയ്യുക. സോ ഫൈനൽ വാല്യൂ ഓഫ് ക്യൂ എന്താ കിട്ടിയത്? ഫൈനൽ വാല്യൂ ക്യൂ -18495. 18495. ഓക്കെ, ജൂൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -18.4 കിലോ ജൂൾ എന്ന് കിട്ടും. ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ ഞാൻ ഇവിടെ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. -17.54 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ഒരു ചെറിയൊരു എന്തോ ഒരു കാൽക്കുലേഷൻ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഡെസിമൽ പോയിന്റ് എടുത്ത വാല്യൂ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ വരിക. ഡെസിമൽ 0.3215 എന്നൊക്കെയുള്ള നമ്മൾ റൗണ്ട് ചെയ്ത് 0.3 എന്നൊക്കെ എടുക്കുമ്പോൾ അതിൽ വേരിയേഷൻ വരുന്നതാണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ വേരിയേഷൻ. അപ്പോൾ ഇവർ ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ ചെയ്ത വാല്യൂവിൽ നിങ്ങൾ കോൺഫിഡൻറ്റ് നിൽക്കുക. സോ വേറെ ആരെങ്കിലും വേറെ രീതി ചെയ്തിട്ടെങ്കിലാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ എഴുതിയിട്ടുള്ളത്. വേറെ ആർക്കും വേറെ വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ ഇതാണ്, -17.54 എന്നുള്ള വാല്യൂ. സോ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഇസ് ഓക്കെ. So we are finishing up that particular topic that firstly applied to a non-flow process. We are arriving to a
new topic, that is first law for a flow process. First law applied for a flow process. Flow process അല്ലെങ്കിൽ steady flow process എന്ന് പറയും. Steady state. First law applied for a steady flow process. Steady flow process. Steady flow means the properties it doesn't change with respect to time and steady state process applied for a steady state process. So by looking at a glance in your syllabus, you can find out the particular topic as SFEE. SFEE എന്നൊരു ടോപ്പിക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാൻ SFEE. The case of particular this topic, you can find out the particular topic range called SFEE. SFEE, which means steady flow energy equation. That is SFEE. So it was a derivation, a page derivation. So it is more derivation SFEE for a flow process. SFEE derivation important ആണ്. നമ്മൾ കഴിഞ്ഞ മോഡ്യൂൾ ചെയ്ത് Q equal to U2 minus U1 plus W എന്നുള്ള ഇക്വേഷൻ. Q equal to delta U plus W അല്ലെങ്കിൽ U2 minus U1 plus W ആണ് നോൺ ഫ്ലോ പ്രോസസിന്റെ മെയിൻ ഇക്വേഷൻ. So here you want to arrive at an equation for a steady flow process. That is SFEE equation. It's a very important equation. Steady flow energy equation. Okay. Steady flow energy equation ആണ് ഫസ്റ്റ് ലോ അപ്ലൈഡ് ഫോർ സ്റ്റഡി ഫ്ലോ പ്രോസസ് എന്ന് പറഞ്ഞത്. Steady flow energy equation. That is SFEE. Okay, it is something small derivation. You can do it in a very simple manner. As I said, it is a flow process, right? It is a flow process. So flow process ആയതുകൊണ്ട് തന്നെ ഫോർ എ ഇൻസൈഡ് സിസ്റ്റം, ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇതുവരെ എടുത്ത പോലെ ക്വാണ്ടിറ്റി T1 B1 T1 B1 എന്നുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കില്ല. സോ ഹിയർ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് or anything is flowing to a system and in systemലേക്ക് ഒരു സാധനം വന്നു അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ അറൈവ് ഹിയർ ഫിഗർ ലൈക്ക് ദാറ്റ്. ഇവിടെ ഒരു എൻറ്ററിങ് നടക്കാം, ഇവിടെ ഒരു ലീവിങ് നടക്കാം. സോ ഇറ്റ് ഈസ് എൻറ്ററിങ് ഫ്രം ഹിയർ, ഇവിടെ നിന്ന് പ്രോസസ് ഒക്കെ നടന്നിട്ട് ഇറ്റ് ഈസ് ലീവിങ്. സോ ഇറ്റ് ഈസ് എ ഫ്ലോ പ്രോസസ് ആയിട്ട് എടുക്കാം. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ എ ലാർജ് സ്കെയിൽ ഫിഗർ വരക്കാം. For a steady flow process energy equation, to derive energy equation, we can draw a graph to a figure like this. You all want to draw that particular figure that I am drawing in your screen. That is ഇവിടെ മുകളിൽ വരച്ച ഒരു ആപ്ലിക്കേഷന്റെ ഫിഗർ തന്നെ. Take it as a system. And this is the entry part, that is the leaving part. This is the entry part, and take it as a leaving part. Please draw that figure. It's a very important figure in your derivation as a PE. Okay. ഒന്നുമില്ല, വി ആർ ടേക്കിംഗ് പെർട്ടിക്കുലർ ഹൈറ്റ്, ഒരു ബേസ് എടുക്കും നമ്മൾ. ബേസ് ടേക്കിംഗ് ആസ് എ ബേസ് എ ഡാറ്റം എന്നാണ് പറയുക. ഡാറ്റം ടേക്കിംഗ് ആസ് എ ബേസ് എ ഡാറ്റം. ഓക്കെ, ഫ്ലോ ഈസ് ഹാപ്പനിങ് എ പെർട്ടിക്കുലർ ലെവൽ ഹൈറ്റ് അബോവ് ദ ഡാറ്റം ആണ്. സോ ഇനീഷ്യലി ദിസ് ഈസ് അവർ എൻട്രി പോയിന്റ്, റൈറ്റ്? ടേക്ക് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എൻട്രി പോയിന്റ്, ഇത് ഇസ് ലീവിംഗ് പോയിന്റ് ഇൻസൈഡ് ദ സിസ്റ്റം. സോ we are assuming that the particular entering the mass അല്ലെങ്കിൽ fluid entering the system is particular above a height Z1, datum head Z1, also leaving is taking as Z2. Datum is represented by a Z1 and Z2. Entering is Z1 and leaving is Z2. We are taking it as a question. So here it is in the initial conditions, all initial conditions: area equal to A1, pressure equal to P1, volume equal to V1, length equal to L1. We are taking particular section. Here section is taking particular section. So L1, length is L1, area A1, pressure P1, volume V1, etc. Entering. Leaving our area A2, volume V2, pressure P2, length L2. Okay. This is a system. And this is a boundary of the system. We are taking it above, a flow is happening above at a datum level. Initially it is Z1 and finally the mass is leaving is Z2. Okay, then initially at entering condition, the area is equal to A1, volume equal to V1, pressure is P1, temperature illa edukunnilla, ചെയ്യുന്നു. Okay, so
For the derivation, we have some assumptions. Okay, we have some assumptions for doing the particular SSV equation. So assumptions are assumptions made for the derivations are taking as first one. The mass flow through the system remains constant. Assumptions. First one, the mass flow through the system is taken as constant. Here it is raining here, so if any disturbance in the sound is, please don't consider it. Regretting for the sound. It is raining here. Mass flow through system is taking as constant, which means that mass entering is called mass leaving. Okay, mass change ചെയ്യുന്നില്ല. Entering temperature and entering pressure is there, entering anything ഉണ്ട്. ഒരു entering ഒരു സിസ്റ്റത്തിലോട്ട് ഒരു മാസ് എൻ്റർ ചെയ്യുന്നു, കുറച്ച് പുറത്തോട്ടേക്ക് പോകുന്നു. ഒരു കൺസിഡറേഷൻ എടുക്കുക, ഒരു പെർട്ടിക്കുലർ പൈപ്പ് എടുക്കുക, പൈപ്പിൽ ഇങ്ങനെ ഒരു ഫ്ലോ വരുന്നു, പൈപ്പ് പുറത്തേക്ക് ഫ്ലോ പോകുന്നു. അപ്പോൾ ടോട്ടൽ മാസ് എൻ്ററിങ് സിസ്റ്റം ഈസ് ലീവിങ്, അവിടെ ഒന്നും നിൽക്കുന്നില്ല. സോ ടോട്ടൽ മാസ് എൻ്ററിങ് സിസ്റ്റം ഈസ് ടോട്ടൽ മാസ് ലീവിങ് സിസ്റ്റം. ഓക്കെ, അതാണ് ദ mass flow through the system remains constant. Okay, second one is the fluid is in uniform composition. Okay, taking as a fluid in a particular property ഉണ്ടാവും, which means that അതൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ആ കെമിക്കൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ടാവും, അതിന് പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഉണ്ടാവും. സോ ഇഫ് എ ലിക്വിഡ് ടേക്കിംഗ് ആസ് അതിൽ ഇത്ര പെർസെൻറ്റേജിനായി, ഇപ്പോൾ ഒരു ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിൽ ടേക്കിൻ്റെ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം നമുക്കൊരു ഗ്യാസ് ആയിട്ട് എടുക്കാം. സോ ഫോർ എ ഗ്യാസ് 80% നമ്മൾ ആദ്യം പറയുന്നു, അതിനൊരു ടെമ്പറേച്ചർ ടേക്കിംഗ് ആസ് നൈട്രജൻ 0.25% അതുണ്ട്, 25% ഓക്സിജൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാമല്ലോ. ഒരു കോമ്പോസിഷൻ ഒരു ഗ്യാസ് എന്തായാലും ഉണ്ടാവും. സോ കോമ്പോസിഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് സിസ്റ്റം. കോമ്പോസിഷൻ മാറാൻ പാടില്ല. ഓക്കെ, കോമ്പോസിഷൻ റിമെയിൻസ് ത്രൂ ഔട്ട് സിസ്റ്റം. Okay, the third assumption is the only interaction between system and surroundings are work and heat. The only interaction between the system and surroundings interaction ഉണ്ടാവുള്ളൂ. ഹീറ്റും വർക്കും നമ്മൾ interaction മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, മാസിന്റെ ഇത് ഉണ്ടാകാൻ പാടില്ല. Okay, the only interaction between system and surroundings must be, ഞാൻ ഫുള്ള് തന്നില്ല, നോക്കിയത് must be ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റും വർക്കും നമ്മൾ ആ ഒരു റിയാക്ഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഹീറ്റ് ആൻഡ് വർക്ക്. ഓക്കെ, തേർഡ് അസംപ്ഷൻ. Fourth assumption is suitability says it must be a steady flow ആയിരിക്കണം. Just no property doesn't change with respect to time. Okay, property doesn't change with respect to time ആയിരിക്കണം. Just not a steady state condition ആയിരിക്കണം. Steady state condition, the property doesn't change with respect to time ആയിരിക്കും. Okay, fourth point. Okay, ഈ 4 assumptions കൺസിഡർ ചെയ്യുക. ഒരു assumption കൂടി ഉണ്ട്, that is the only energy taken consideration is potential energy and kinetic energy. Here potential energy and kinetic energy is considered. Potential energy and kinetic energy is only considered as energy, flowing energy. ഒരുപാട് എനർജി ഉണ്ടാവും, so considered as flowing energy. Potential and kinetic energy is taken as flowing energy. Okay, this is the assumptions we are taking consider in the case of a steady flow condition. First major condition is it must be a steady flow. The steady flow ആയിരിക്കണം. The properties doesn't change with respect to time ആയിരിക്കണം. Okay, second one is mass flowing through the system remains constant. Mass entering, total mass entering, total mass leaving ആയിരിക്കണം. Third condition is fluid is in uniform composition. The composition of a fluid doesn't change. Change ചെയ്യാൻ പാടില്ല, change ചെയ്യാൻ പാടില്ല. Okay, and another condition is the only interaction between system and surroundings must be heat and work ആയിരിക്കണം. Okay, three assumptions നോട്ട് ചെയ്യുക. So we had drawn the particular figure like this. So ഇവിടെ എന്തൊക്കെ ഇന്റർചേഞ്ച് നടക്കും? ഒരുപാട് ഇന്റർചേഞ്ച് എനർജീസ് നടക്കും. ഇവിടെ ഇന്റർചേഞ്ച് ഓഫ് എനർജി നടക്കാൻ സാധ്യതയുണ്ട്. In the case of a open system ആണ്, this is open system, there is a flow is happening inside the system, flow നടക്കുന്നുണ്ട്. So there is a interaction of ഒരുപാട് എനർജി ഇന്ററാക്ഷൻ നടക്കും. എന്തൊക്കെ എനർജി ഇന്ററാക്ഷൻ നടക്കും? There must be chemical energy interaction നടക്കും. Chemical energy of fuel. Okay, chemical energy interaction നടക്കാം.
ഫ്രം ഹിയർ കെമിക്കൽ എനർജി ഇൻട്രാക്ഷൻ നടക്കാം. കൈനറ്റിക് എനർജി ഓഫ് മൂവിങ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. കൈനറ്റിക് എനർജി ഓഫ് മൂവിങ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. കൈനറ്റിക് എനർജി ഉണ്ടാവാം. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാം. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഗ്യാസ്. ഷാഫ്റ്റ് വർക്ക് ഉണ്ടാവാം. ഷാഫ്റ്റ് വർക്ക് ഉണ്ടാവാം. ഒരുപാട് എനർജി ചേഞ്ച് ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിനകത്ത് നടക്കാം. റൈറ്റ്, കെമിക്കൽ എനർജി ഉണ്ടാവാം. കൈനറ്റിക് എനർജി ഉണ്ടാവാം. ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് ഒക്കെ ഉണ്ടാവാം. ഇന്റേണൽ എനർജി ഈസ് ഓൾസോ ബി ദ ഇന്റേണൽ എനർജി ഉണ്ടാവാം. ഇന്റേണൽ എനർജി ഉണ്ടാവാം. സോ ഇതിനൊക്കെ ഇക്വേഷൻ നമുക്കറിയാം. ഇന്റേണൽ എനർജി യു ആണ്. സോ we are considering by first law the total energy അല്ലെങ്കിൽ by first law അല്ല, നമുക്ക് കൺസിഡർ ചെയ്യാൻ ടോട്ടൽ എനർജി കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് പറയാം ദാറ്റ് ഈസ് ടോട്ടൽ മാസ് എൻറ്ററിംഗ് സിസ്റ്റം ഈസ് ടോട്ടൽ മാസ് ലീവിംഗ്. ഓക്കെ, ടോട്ടൽ മാസ് എൻറ്ററിംഗ് സിസ്റ്റം ഈസ് ടോട്ടൽ മാസ് ലീവിംഗ്. അതാണ് നമ്മൾ തുടങ്ങുന്നത് ഡെറിവേഷൻ. ഒരു 4-5 വരെ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ടോട്ടൽ മാസ് എൻറ്ററിംഗ് ഹിയർ, ടോട്ടൽ മാസ് എൻറ്ററിംഗ് ഈക്വൽ ടു ടോട്ടൽ മാസ് ലീവിംഗ്. Total mass leaving. Okay, total mass entering equal to total mass leaving. Okay, so we can write the equation for entering particular property equal to leaving property. Okay, total mass entering equal to total mass leaving ആണല്ലോ. അപ്പോൾ എന്തൊക്കെ എനർജി ചേഞ്ച് നടക്കുന്നു അതൊക്കെ പ്ലസ് സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഇന്റേണൽ ഈക്വൽ ടു ലീവിങ്. ഓക്കെ, എൻറ്ററിങ് ഇൻ ഇക്വേഷൻ മൊത്തം എടുത്ത് ഈക്വൽ ടു ലീവിംഗ് ആയിട്ട് വരാം. സോ ഇത്രയും എനർജി ചേഞ്ച് ഉണ്ട്. കെമിക്കൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഇൻട്രാക്ഷൻ, പൊട്ടൻഷ്യൽ എനർജി, ഷാഫ്റ്റ് വർക്ക്, അങ്ങനെ ഒരുപാട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. സോ വി ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? വി ക്യാൻ ഇക്വേറ്റ് ദ പെർട്ടിക്കുലർ എൻട്രി കണ്ടീഷൻ ഈക്വൽ ടു എക്സിറ്റ് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. സോ ഹൗ വി ക്യാൻ റൈറ്റ്? നമ്മൾ ഇക്വേഷൻ എഴുതുകയാണ്, നോക്കിക്കോളൂ. ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ്. Steady flow energy equation can be expressed as follows. Entering condition equal to leaving. Entering condition equal to leaving. That is, I am writing like that. Mansilaka U1 plus C1 square by 2 plus Z1G plus P1 V1 plus Q equal to U2 plus C2 square by 2 plus Z2G plus P2 V2 plus W. Initially heat is there, finally work is there. And heat കൊടുക്കുന്നു, അവിടെ വർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ എൻട്രിങ് കണ്ടീഷനിൽ നമ്മൾ ഹീറ്റാണ് അപ്ലൈ ചെയ്യുന്നത്, വർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇനീഷ്യലി വർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. സോ ഇനീഷ്യലി വി ആർ അപ്ലൈയിങ് ഇനി ഹീറ്റാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഹീറ്റ് ആയിരിക്കും, മറ്റും വർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, കൊടുക്കാൻ പറ്റും, അവിടെ വർക്ക് കൊടുത്തിട്ട് ഹീറ്റ് കിട്ടുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. കംപ്രസർ മറ്റേ ഇതൊക്കെ വരും നമുക്ക്. സോ ഇതിൻ്റെ ജനറൽ കണ്ടീഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇനീഷ്യലി Q ഉണ്ട്, ഫൈനലി W ഉണ്ട്. സോ ഇനീഷ്യലി U1 പ്ലസ് U1 മീൻസ് ഇന്റേണൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി C1 സ്ക്വയർ ബൈ 2. C1 സ്ക്വയർ ബൈ 2 എന്ന് കരുതി കഴിഞ്ഞാൽ മനസ്സിലാവാതെ വരുന്നത്. സോ ഇന്ന് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒരു നോട്ട് ബുക്ക് റെഫർ ചെയ്താൽ പഠിക്കണമെങ്കിൽ C ഈസ് ടേംഡ് ആസ് വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. നമ്മൾ V എന്ന് എടുക്കും, വെലോസിറ്റി. V സ്ക്വയർ ബൈ 2 എന്ന് മനസ്സിലാവുമല്ലോ. V സ്ക്വയർ ബൈ 2 എന്ന് കരുതി കഴിഞ്ഞാൽ അത് കൈനറ്റിക് എനർജി നമുക്ക് മനസ്സിലാക്കാമല്ലോ. സോ ഹിയർ C റെപ്രസെന്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. വി ക്യാൻ റൈറ്റ് C, ഐദർ C എന്ന് എഴുതാം, ചില ടെക്സ്റ്റ് ബുക്കിൽ V എന്ന് കാണാം, V1 സ്ക്വയർ ബൈ 2 എന്ന് കാണാം. സോ C ഈക്വൽ ടു V ആണ്. നിങ്ങൾ എവിടെയും പഠിക്കുക V എന്ന് കാണുന്നുണ്ടെങ്കിൽ C ആയിട്ട് കൺസിഡർ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇട്ട് പഠിക്കുന്ന മാത്രമേ ഉള്ളൂ. U1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് Z1G, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി, പ്ലസ് P1 V1 എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഷാഫ്റ്റ് വർക്ക് അല്ലെങ്കിൽ ഇന്റേണൽ എനർജിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിന്റെ P1 V1 ടോട്ടൽ PV എന്നുള്ള വാല്യൂ, പ്രഷർ വോളിയം പ്രൊഡക്റ്റ് പ്ലസ് Q ഹീറ്റ് ഈക്വൽ ടു എക്സിറ്റ് കണ്ടീഷൻ ആകുമ്പോൾ സെയിം ഇന്റേണൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് potential energy plus P2 V2 chemical energy equal to plus work done. Okay, initial condition total energy considered in the case of entry equal to total energy considered in the exit. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെയിൻ തുടങ്ങുന്ന ഇക്വേഷൻ. സോ ഹിയർ U1 is here and P1 V1 is here. We can combine U1 plus P1 V1 ഒരുമിച്ച് എഴുതാം. ഓക്കെ, U1 plus P1 V1 plus C1 square by 2 plus Z1G plus Q equal to ഇപ്പോൾ U2 plus P2 V2 plus P2 square by 2 plus Z2G plus W. What is U2 plus P2 V2? U plus PV, അല്ലേ?
U1 പ്ലസ് P1 V1 ആയാലും U2 പ്ലസ് P2 V2 ആയാലും എന്തായാലും U പ്ലസ് പി വി എന്നുള്ള ടേമിലാണ് ഉള്ളത്. U പ്ലസ് പി വി. U പ്ലസ് പി വി ഈക്വൽ ടു എച്ച് ആണ് അല്ലേ? സൈഡിൽ എഴുതി നോക്കുക. U പ്ലസ് പി വി ഈക്വൽ ടു എച്ച്, ദാറ്റ് ഈസ് എംതാൽപി. പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. U പ്ലസ് പി വി ഈക്വൽ ടു എച്ച്, റൈറ്റ്? U പ്ലസ് പി വി ഈക്വൽ ടു എച്ച്. സോ വി ക്യാൻ റൈറ്റ് U1 പ്ലസ് P1 V1 H1 എഴുതാം അല്ലേ? H1. H1 പ്ലസ് P1 സ്ക്വയർ ബൈ 2 പ്ലസ് Z1G പ്ലസ് Q ഈക്വൽ ടു H2 പ്ലസ് U2 സോറി C2 സ്ക്വയർ ബൈ 2 ഒരുപോലെ എഴുതാം. C2 സ്ക്വയർ ബൈ 2 പ്ലസ് Z2G പ്ലസ് W. This is the final equation of steady flow energy equation, SFE. That is SFE is SFE നമുക്ക് വേറെ പേരും കൂടി വിളിക്കാം, എനർജി ബാലൻസ് ഇക്വേഷൻ കൂടി എഴുതാം അല്ലെ? എനർജി ബാലൻസ് ഇക്വേഷൻ ആണ്. എനർജി ബാലൻസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഓഫ് എൻറ്ററിംഗ് ഈക്വൽ ടോട്ടൽ എനർജി ലീവിങ്. അവിടെ എന്തൊക്കെ എനർജി വന്നു? ഇന്റേണൽ എനർജി ഇസ് കം, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, കെമിക്കൽ എനർജി ആൻഡ് ഹീറ്റ്. എക്സ് വരുമ്പോൾ ഇന്റേണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, കെമിക്കൽ എനർജി ആൻഡ് W. ഓക്കെ, ഇത് ടോട്ടൽ എനർജി ബാലൻസ് ഇക്വേഷൻ കൂടി പറയാം. എനർജി ബാലൻസ് ഇക്വേഷൻ ഓർ SFE, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, SFE. ദാറ്റ് ഈസ് H1 പ്ലസ് എൻതാൽപി പ്ലസ് അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ടേം നമുക്ക് എഴുതി നോക്കാം. ഇക്വേഷൻ എഴുതിയല്ലോ. H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് Z1G പ്ലസ് W ഈക്വൽ ടു Q ഈക്വൽ ടു ഇക്വേഷൻ എഴുതി. ഇപ്പോൾ ഓരോന്നും എന്താണെന്ന് എഴുതി നോക്കാം. H ഈക്വൽ ടു Q ഈക്വൽ ടു ഓരോന്ന് ഇക്വേഷൻ കിട്ടും. Q ഈക്വൽ ടു പറ, ഇക്വേഷൻ കാണുന്നുണ്ടോ? ഓക്കെ, അതായത് മനസ്സിലായിട്ടില്ല നിങ്ങൾ എഴുതിക്കോ, ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് ടോട്ടൽ എനർജി, ഇതൊരു എനർജി ബാലൻസ് ഇക്വേഷൻ കൂടിയാണ്. അതായത് ഒരു ഫ്ലോയിൽ ഒരു പൈപ്പ് എടുക്കുക, പൈപ്പിലൂടെ ഫ്ലോ ഇപ്പുറത്തോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് ഫ്ലോ തിരിച്ചു പോകുന്നു കൺസിഡർ ചെയ്യുക. സോ എന്തൊക്കെ എനർജിയാണ് എൻട്രി കണ്ടീഷൻ ഉള്ളത് അത് തന്നെയായിരിക്കും പുറത്തേക്കുള്ളത്. അതിൻ്റെ വാല്യൂ മാറുന്നേ ഉള്ളൂ, ടോട്ടൽ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. ടോട്ടൽ എനർജി കൂട്ടുമ്പോൾ അതെന്താ ചെയ്യും? ഇനീഷ്യലി പൊട്ടാഷ്യൽ എനർജി കൈനറ്റിക് എനർജി മാറുന്നുണ്ടാവും, അവസാനം കൈനറ്റിക് എനർജി 0 ആയിട്ട് പൊട്ടാഷ്യൽ എനർജി കൂടുന്നുണ്ടാവാം. സോ എങ്ങനെയായാലും അത് ബാലൻസ് ആവും. ടോട്ടൽ എനർജി ബാലൻസ് ഇക്വേഷൻ ആണ് നടക്കുന്നത്. അപ്പുറം ഇപ്പുറം സെയിം, ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. പൊട്ടാഷ്യൽ എനർജി അപ്പുറം ഇപ്പുറം സെയിം ആണെന്നല്ല, ടോട്ടൽ വാല്യൂ സെയിം ആയിരിക്കും, ടോട്ടൽ എനർജി. സോ ഇനീഷ്യലി U1 ഇന്റേണൽ എനർജി പ്ലസ് P1 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, Z1G എന്ന് പറയുന്നത് അതിന്റെ പൊട്ടാഷ്യൽ എനർജി, P1 എന്ന് കെമിക്കൽ എനർജി, Q എന്ന് പറയുന്ന ഹീറ്റ്, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇനീഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ചെറിയ വർക്ക് പുറത്തേക്ക് എടുക്കുന്ന വർക്ക് എത്രയാണെന്ന് വെച്ചാൽ അതാണ് സെക്കൻഡ് കണ്ടീഷനിൽ W ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റിലോ ടോട്ടൽ എനർജി Q ഈക്വൽ W നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടോട്ടൽ Q ഈക്വൽ W എന്ന് പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ Q ഈക്വൽ ടോട്ടൽ W ഫോർ എ സൈക്ലിക് പ്രോസസ്, ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടോട്ടൽ വർക്ക് ഡൺ. അപ്പം ഇപ്പുറം ആഡ് ചെയ്യാം, അതെല്ലാം കൂടിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കാം. ഇതാണ് ഇക്വേഷൻ H1 plus C1 square by 2. ഇതാണ് ടോട്ടൽ SFE ഇക്വേഷൻ. SFE ഇക്വേഷൻ. ഓക്കെ, സോ ഐ എം ടേണിംഗ് ദ സ്ലൈഡ്. സോ ഓരോ ടേം എന്താണെന്ന് എഴുതാം. H ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ്, H ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് അല്ല Q ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ്, W ഈക്വൽ ടു വർക്ക് ഡൺ. ഹീറ്റ് സപ്ലൈഡ് എൻറ്ററിങ് ആണ് കേട്ടോ, എൻറ്ററിങ് വർക്ക് ഡൺ ബൈ entering. Heat supplied per kilogram of fluid. Work done by 1 kilogram of fluid. Mass is taking as 1 per kilogram of fluid. Outside, പുറത്തേക്ക് എടുക്കും. Exit condition. Right. So Q and W. Thereafter, C equal to velocity of fluid. Velocity of fluid. Z equal to height above datum. E equal to pressure. Okay. E equal to U equal to internal energy. ഓക്കെ, സ്മോൾ v ഈക്വൽ ടു PV എന്നുള്ളത് സ്മോൾ v ആണ്, വലിയ v അല്ല. വലിയ v ആണെങ്കിൽ എന്താണ്? മാസ് m ആവണം. ഓക്കെ, മാസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ്. മാസ് ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ മാസിൽ നമ്മൾ എടുക്കുന്ന വോളിയമാണ് V, ക്യാപിറ്റൽ V.
മാസ് ഇക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ എടുക്കുന്നതാണ് സ്മോൾ ലെറ്റർ ബി. അതൊരു പെർട്ടിക്കുലർ ഒരു ഷേപ്പിലാണ് വരുന്നത്. അത് സ്പെസിഫിക് വോളിയം എന്നാണ് പറയുക. സ്പെസിഫിക് വോളിയം വിച്ച് മീൻസ് മാസ് ഇക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനിൽ സ്പെസിഫിക് വോളിയം. ഓക്കെ, ബി ഇക്വൽ ടു വോളിയം അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം പി ബി എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയാണ്. എനർജി റിക്വയർഡ് ഫോർ 1 kilogram ഓഫ് ഫ്ലൂയിഡ്, പി വി. യു ഈക്വൽ ഇന്റേണൽ എനർജി, പി വി. ഓക്കെ, ഇതാണ് ടോട്ടൽ. ദിസ് ഇസ് ദ എസ് എഫ് ഇ. ഇത് നമുക്ക് സ്റ്റഡി ഫ്ലോ കേസിൽ റിവേഴ്സിബിൾ കണ്ടീഷൻ, റിവേഴ്സിബിൾ കണ്ടീഷൻ എനി കേസിൽ വി ക്യാൻ അപ്ലൈ ചെയ്യാം. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്, കംപ്രസർ, ടർബൈൻസ്, അങ്ങനെ ഏത് കേസിലും ഫ്ലോ പ്രോസസ് നടക്കുന്ന ഏത് കണ്ടീഷൻ നമുക്ക് എസ് എഫ് ഇ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഓഫ് അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ്, സാധാരണ പമ്പ്, കംപ്രസർ, ടർബൈൻ, etc., we can apply this particular SFE in the case of any case. In the case study flow നടക്കുന്ന ഏത് കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് എനർജി ഫ്ലോ ഇക്വേഷൻ. എനർജി ഫ്ലോ ഇക്വേഷൻ നമ്മളിപ്പോൾ ചെയ്ത്, സോറി, എനർജി ഫ്ലോ ഇക്വേഷൻ, എനർജി ബാലൻസ് ഇക്വേഷൻ. ഓക്കെ, എനർജി ബാലൻസ് ഇക്വേഷൻ ഓർ SFE ഇക്വേഷൻ. സോ വാട്ട് ഇസ് മാസ് ബാലൻസ്? മാസ് ബാലൻസ് ചെയ്യാൻ വിളിക്കുന്നത് മാസ് ബാലൻസ്. മാസ് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാസ് ഫ്ലോ റേറ്റ് ബാലൻസ് എന്ന് പറയും. മാസ് ബാലൻസ്. ഓക്കെ, ടോട്ടൽ മാസ് ബാലൻസ്. In a steady flow, at any point cross section area, ഒരു particular point എടുത്താൽ അവിടെ area equal to A and velocity equal to C. Okay, velocity equal to C and area equal to 1. At any point, area equal to A, velocity equal to C. B ആണ് എടുക്കുന്നെങ്കിൽ B എടുക്കാം. C. We can write as volume flow. Total volume flow എന്ന് പറഞ്ഞാൽ rate of volume flow. റേറ്റ് ഓഫ് വോളിയം ഫ്ലോ നമുക്ക് ഇങ്ങനെ എഴുതാം. റേറ്റ് ഓഫ് വോളിയം ഫ്ലോ ഈക്വൽ ടു AC അല്ലെങ്കിൽ CA. അറ്റ് പോയിന്റ് 1 എന്നാണെങ്കിൽ വെലോസിറ്റി ഫ്ലോ ആയിട്ട് പോകണം A1C1, പോയിന്റ് 2 ആണെങ്കിൽ A2C2. നമ്മൾ A1B1 എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ഒരിക്കലും. A1B1 ഓർ AB. ഫ്ലോ റേറ്റ്, വോളിയം ഫ്ലോ റേറ്റ് ഈക്വൽ ടു AV. സോ മാസ് ഫ്ലോ റേറ്റ് വി ക്യാൻ റൈറ്റ് മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് കിട്ടണമെങ്കിൽ ഡിവൈഡ് ദ പെർട്ടിക്കുലർ ദാറ്റ് വോളിയം ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയത്തോട് ഡിവൈഡ് ചെയ്താൽ മതി. സ്പെസിഫിക് വോളിയം, മാസ് ഫ്ലോ റേറ്റ് ഈക്വൽ ടു വോളിയം ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. ദാറ്റ് ഈസ് AC by V. മാസ് ഫ്ലോ റേറ്റ് വി ക്യാൻ റൈറ്റ് ഡോട്ട്, അത് m ഡോട്ട്. മാസ് ഫ്ലോ റേറ്റ് m ഡോട്ട് ഈക്വൽ ടു m ഡോട്ട്, എമ്മിൻ്റെ മുകളിൽ ഡോട്ട്, m dot equal to ഒരു ഡോട്ട് അല്ലേ, m dot equal to AC by V. If m dot 1 equal to A1C1 by V1, m dot 2 equal to A2C2 by T2, അങ്ങനെ V2, അങ്ങനെ ഡിഫറെൻറ്റ് പോയിന്റ് എടുക്കുമ്പോൾ അതിനകത്തായിട്ട് മാറി വരും. സോ ഇറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂറ്റി ഓഫ് മാസ് ഇക്വേഷൻ ഓർ മാസ് ബാലൻസ് ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മൾ വരുന്നത് m dot equal to AC1. സോ m dot 1 equal to വരുമ്പോൾ ഇക്വേഷൻ മാറും അല്ലേ. അതായത് വിച്ച് മീൻസ് m dot 1 equal to A1C1 by V1, m dot 2 equal to A2C2 by V2. So finally we can write as m dot equal to A1C1 by V1 equal to A2C2 by V2, etc. Okay, total m dot equal to A1V1. Total mass flow rate mass constant ആണല്ലോ. At any point we are taking ഒരു ഫ്ലോ എടുക്കുമ്പോഴത്തേക്ക് മാസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ചേഞ്ചിങ്, എൻ്ററിങ് കൂടി ലീവിംഗ് ആണ്. സോ മാസ് ഫ്ലോ റേറ്റ് എത്രയാണോ എൻ്ററിങ് അത്രയാണ് ലീവിംഗ് വരുന്നത്. സോ അറ്റ് എനി പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഏരിയ വെലോസിറ്റി ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ വെലോസിറ്റി കോൺസ്റ്റന്റ്. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വേറൊരു പോയിന്റ് എടുത്താൽ മീൻസ് A4 C4 by V4 എടുത്താലും അതൊരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് m dot equal to A1C1 equal to is known as continuity of mass equation. Or mass balance equation. Okay, so particular equation നമ്മൾ പഠിച്ചു. That is H1 plus C1 square by 2 plus Q plus P1 V1 equal to particular exit equation plus W അല്ലേ. സോ അപ്ലിക്കേഷൻ ഓഫ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരുപാട് കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ടില്ലേ. ഇവിടെ അങ്ങനത്തെ പ്രോസസ് ഒന്നുമില്ല.
നമ്മൾ ഓരോ കണ്ടീഷൻ എടുക്കുകയാണ്. ഇൻ ദ കേസ് ഓഫ് ടർബൈൻ, ഇൻ ദ കേസ് ഓഫ് കംപ്രസർ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇൻ ദ കേസ് ഓഫ് എന്താ ഈ കംപ്രസർ, വാട്ടർ ടർബൈൻ, സെൻട്രിഫ്യൂഗൽ പമ്പ്, ഗ്യാസ് ടർബൈൻ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് മാറ്റം വരുന്ന ഇക്വേഷനിൽ. ചില സെറ്റ് 0 ആയിരിക്കാം, സി 0 ആയിരിക്കാം, P1 V1 0 ആയിരിക്കാം, സെറ്റ് കൂടെ സെറ്റ് 1 ആയിരിക്കാം, അങ്ങനെ ഓരോ കണ്ടീഷൻ ഉണ്ടാവും. സോ അങ്ങനെ കണ്ടീഷൻ എന്താണ് ഇക്വേഷൻ മാറുന്നത്. സിമ്പിൾ ഡെറിവേഷൻ, ഓരോ ഡെറിവേഷൻ ഒന്നുമില്ല, കണ്ടീഷൻ ഓൺലി. ഓക്കെ, application of SFE, steady flow energy equation, application of SFE. Okay, application of SFE ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ മാത്രം വൈൻഡ് അപ്പ് ചെയ്യാം. application of SFE. So in the case of first one എടുക്കുന്നത് വാട്ടർ ടർബൈൻ. So what is a turbine? ടർബൈനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടോ ആരെങ്കിലും? ടർബൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി അല്ലേ? ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ആണ്. ഇത് പവർ പ്ലാന്റ്, വാട്ടർ മറ്റേ ഹൈഡ്രോ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ദാറ്റ് ഈസ് ടർബൈൻ. ഒരു ഹൈറ്റിൽ നിന്ന് വെള്ളം താഴോട്ടേക്ക് ഫ്ലോ ചെയ്യിക്കുന്നു, ഒരു ഹൈറ്റിൽ നിന്ന് വെള്ളം താഴോട്ടേക്ക് കടത്തി വിടുന്നു, ഒരു ഇത് വെച്ചിട്ട് പെൻസ്റ്റോക്ക് വെച്ചിട്ട്. സോ ഹൈറ്റിലേക്ക് കടത്തി വിടുമ്പോൾ അതൊരു ടർബൈൻ്റെ ബ്ലേഡിലേക്കാണ് കൊടുക്കുന്നത്. സോ ബ്ലേഡ് കറങ്ങുന്നു, ബ്ലേഡിൻ്റെ കയ്യിൽ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നു, ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റിംഗ്, ആ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് ജനറേറ്ററിലാണ്. അപ്പോൾ ജനറേറ്ററും കറങ്ങും. സോ വി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അങ്ങനെയാണ് നടക്കുന്നത് ഹൈഡ്രോ പവർ പ്ലാന്റിൽ നടക്കുന്ന സെറ്റപ്പ്. വിച്ച് മീൻസ് നമുക്കൊരു ചെറിയൊരു ഫിഗറിൽ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഒരു ടർബൈൻ എടുക്കാം. ടർബൈൻ ബ്ലേഡ് ഞാൻ വരക്കാണ്. സോ ഫിഗറിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുക. ടർബൈൻ ഒരു ഹൈറ്റിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യുകയാണ്. ഇനീഷ്യലി വാട്ടർ ഈസ് ഫ്ലോയിങ്. ഓക്കെ, ഈ ടർബൈൻ്റെ ബ്ലേഡിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫ്ലൂയിഡ് എന്ത് പോകുന്നു, താഴെ വീണ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നു. ഓക്കെ, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാമെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. സോ ടർബൈൻ ഈസ് റൊട്ടേറ്റിംഗ്. ടർബൈൻ കണക്കാക്കി ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഷാഫ്റ്റ് മസ്റ്റ് ബി ദർ സെൻറ്ററിൽ. ടർബൈൻ ആകുമ്പോൾ ഷാഫ്റ്റ് ഈസ് ഓൾസോ റൊട്ടേറ്റിംഗ്. ഓക്കെ, ഷാഫ്റ്റ് ഈസ് കണക്റ്റിംഗ്. ഷാഫ്റ്റിലേക്ക് പെർട്ടിക്കുലർ കപ്ലൈൻ ചെയ്തിട്ട് അതിനെ കൊണ്ടാവും ഈ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ജനറേറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എന്ത് നടക്കുന്നത്. സോ ഇത് ആക്സിസ് ആണല്ലേ, ഈ ആക്സിസ് ഇങ്ങനെ നേരെ വരക്കുക. ഓക്കെ, ആക്സിസ്. സോ ഇതൊക്കെയാണ് നമ്മളെ ഒരു സിംപ്ലിഫൈഡ് ഫിഗർ ഓഫ് എ വാട്ടർ ടർബൈൻ. ഇറ്റ് മീൻസ് എ വാട്ടർ ഈസ് കമ്മിങ് ഫ്രം എ ഹൈറ്റ്. ഒരു വാട്ടർ ഹൈറ്റിൽ നിന്നാണ് താഴത്തേക്ക് വരുന്നത്. നമ്മളെ പവർ പ്ലാന്റ് കുറിച്ച് അധികം പറയണ്ടല്ലോ. നമ്മൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാമിലും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണ് വെള്ളത്തിലൂടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. താഴോട്ടേക്ക് കടത്തി വിടുമ്പോൾ അവിടെ ടർബൈൻ ബ്ലേഡ്സ് ആർ കെപ്റ്റിംഗ് ആൻഡ് ദാഫ്റ്റർ വെള്ളം വീഴുന്ന കണക്കായിട്ട് ടർബൈൻ ബ്ലേഡിങ് കറങ്ങും. അത് കറങ്ങുമ്പോൾ അതിൽ കണക്ട് ചെയ്ത ഷാഫ്റ്റും കറങ്ങും. ഷാഫ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ജനറേറ്റർ കൊടുക്കും. ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്. അങ്ങനെയാണ് കറണ്ട് പുറത്തേക്ക് എടുക്കുന്നത്, കറണ്ട് പിടിക്കുന്ന ഔട്ട്. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബൈ യൂസിങ് ടർബൈൻ. വാട്ടർ ടർബൈൻ. സോ ഇതിന്റെ കണ്ടീഷനിൽ നമുക്ക് എന്തൊക്കെയാണ് മാറ്റം വരുന്നത്. സോ വാട്ട് ഈസ് സെറ്റ് ഹിയർ? ഇനീഷ്യലി ഇതാണ് സെൻട്രൽ പൊസിഷൻ അല്ലേ, ഇതാണ് സെൻട്രൽ പൊസിഷൻ. വി ആർ കെപ്പിംഗ് ദാറ്റ് പെർട്ടിക്കുലർ. ഇവിടെയാണ് ഇതിന് താഴോട്ടേക്ക് ഒരു മെത്തേഡ് നടക്കുന്നില്ല. സോ ഇവിടെ ജനറേറ്റർ എവിടെയാണുള്ളത്, എല്ലാം എവിടെയാണുള്ളത്. സോ ഇറ്റ് ഈസ് ടേക്കിംഗ് ആസ് ഡാറ്റം. ഇതാണ് ഡാറ്റം പ്ലെയിൻ. ഓക്കെ, ദിസ് ഡാറ്റം പ്ലെയിൻ ആഫ്റ്റർ എൻറ്ററിംഗ് കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് സെറ്റ് 1 ഹിയർ. സെറ്റ് 1 ഈസ് ദർ. വാട്ട് ഈസ് സെറ്റ് 2 ഹിയർ? ഇവിടെയാണുള്ളത്. ഫൈനൽ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് ഹിയർ. ഫൈനൽ കണ്ടീഷൻ താഴെ എവിടെയല്ല, ഈ പോയിന്റ് തന്നെയാണ് ഫൈനൽ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു, വർക്കിംഗ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ ജനറേറ്റർ ഫുൾ കണക്റ്റിംഗിൻ്റെ സീരീസ് ഒരു പെർട്ടിക്കുലർ ഒറ്റ ലൈനിൽ നടക്കുന്ന മെത്തേഡാണ്. സോ അവിടെ സെറ്റ് 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ല. സോ സെറ്റ് 2 ഈക്വൽ ടു 0 ഹിയർ. സെറ്റ് 1 ഉണ്ട്, സെറ്റ് 2 ഈക്വൽ ടു 0 ഹിയർ. സെൻറ്റർ ലൈനാണ് ഇറ്റ് ഈസ് ടേക്കിംഗ് ആസ് ഡാറ്റം. സെറ്റ് 1 അവിടെ ഉണ്ട്, സെറ്റ് 2 അവിടെ ഇല്ല. ഓക്കെ, സോ ഇവിടെ വാട്ടർ ടർബൈൻ്റെ കേസ് എന്താണ്? വാട്ടർ ടർബൈൻ ഈസ് യൂസ് ടു, എന്താണ് വാട്ടർ ടർബൈൻ ആദ്യം എഴുതണം. വാട്ടർ ടർബൈൻ ഈസ് യൂസ് ടു water is supplied from a height. Water is supplied from a height to rotate turbine blade. Thereafter shaft is connected into a shaft. The shaft conjugation, thereby producing electricity using generator. Okay,
ഇവിടെയുള്ള കുറച്ച് കണ്ടീഷൻ ഉണ്ട്. സെറ്റിൻ്റെ കണ്ടീഷൻ മാത്രമല്ല, ആ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഫ്രം ഹിയർ ഇതൊക്കെയാണ് കണ്ടീഷൻ. ഹിയർ സെറ്റ് ടു ഈക്വൽ ടു 0. ഓക്കെ, സെറ്റ് ടു ഈക്വൽ ടു 0. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഇക്വേഷൻ നമുക്ക് അറിയാലോ. ഇനീഷ്യൽ വരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു ഇക്വേഷൻ. ഇനീഷ്യലി കൊടുക്കുന്ന എല്ലാ വെലോസിറ്റികളും കൂടെ ക്യൂ ഹീറ്റും. ഇവിടെ ഹീറ്റിൻ്റെ കാര്യം വരുന്നുണ്ട്. ഇവിടെയാണ് ഹീറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നില്ല അല്ലേ? ഒരു ഹൈറ്റിൽ നിന്ന് വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. യു ആർ ഓൺലി ഗിവിങ് സപ്ലൈങ് വാട്ടർ ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു വെള്ളം താഴോട്ടേക്ക് വിട്ടു കൊടുക്കുന്നത് മാത്രമല്ല, അവിടെ ഹീറ്റിൻ്റെ കണ്ടീഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദർ ഇസ് നോ ഹീറ്റ് പ്രൊഡ്യൂസിങ് വിത്ത് ഇന്റേണൽ കണ്ടീഷൻ. സോ ഹീറ്റ് കണ്ടീഷൻ സോ ക്യൂ ഈക്വൽ ടു 0. Q equal to 0. Initially, we are not supplying any heat here. So Q equal to 0. Right? ഇവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നടക്കുന്നുണ്ടോ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നടക്കുന്നില്ല. ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. സോ ഇനീഷ്യലി ഒരു എനർജി നമ്മൾ കൊടുക്കുന്നില്ല. ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇന്റേണൽ എനർജി അവസാനം എത്ര മാറി എന്നുള്ളത്. സോ ഇനീഷ്യൽ ദർ ഈസ് നോ ഇന്റേണൽ എനർജി. സോ ഇവിടെ ചേഞ്ച് ഇൻ എനർജി ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ എനർജി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈക്വൽ ടു 0. ദാറ്റ് ഈസ് U2 minus U1 ഈക്വൽ ടു 0. U2 minus U1 equal to 0. അതായത് U2 equal to U1. U2 equal to U1. Okay. U2 equal to U1. U2 minus U1 equal to 0 ആകുമ്പോൾ U2 equal to U1. So the initial internal energy എത്രയാണ് എനർജി, അത് തന്നെയാണ് ഫൈനൽ എനർജി. So there is no producing internal energy here. Change in energy ഇവിടെ ഇല്ല. Initially final energy ഇവിടെ ഇല്ല. So there is no producing of internal energy. Delta U equal to 0. That is U2 minus U1 equal to 0. That is U2 equal to U1. Okay. ആൻഡ് എന്തായിരുന്നു V1 V1 P1 V1 എന്നുള്ള കണ്ടീഷൻ? സ്പെസിഫിക് വോളിയം P1 V1. ഇനീഷ്യലി പ്രഷർ ഉണ്ടാവാം, ഫൈനലി പ്രഷർ ഉണ്ടാവാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ ഓഫ് വോളിയം കണ്ടീഷൻ. സ്പെസിഫിക് വോളിയം എന്താണ്? ഇനീഷ്യലി നമ്മൾ അപ്ലൈ ചെയ്തൊരു വോളിയമാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു വാട്ടർ ടാങ്കിൽ കടത്തി വരുന്നത് അവർ വോളിയത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. വാട്ടർ മുകളിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നു. പെർട്ടിക്കുലർ എമൗണ്ട് ഒരു പൈപ്പ് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ താഴോട്ടേക്ക് ഫ്ലോ ചെയ്യുകയാണ്. സോ പെർട്ടിക്കുലർ ഒരേ എമൗണ്ട് വെള്ളം ഞാൻ താഴോട്ടേക്ക് വരുന്നത് അവിടുന്ന് താഴോട്ടേക്ക് വന്ന് പുറത്തോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഫ്ലോ ചെയ്യുന്ന ഒരു മുകളിലോട്ട് തീരുന്ന എത്ര വെള്ളമാണ് മുകളിൽ നിന്ന് വരുന്നത് അത്ര വെള്ളം തന്നെ ഞാൻ താഴോട്ട് പോകുന്നത്. എത്ര വെള്ളം, അപ്പോൾ വെള്ളം എവിടെയും ലോസ്റ്റ് ആവുന്നില്ല. വെള്ളം എത്ര വെള്ളമാണ് മുകളിൽ നിന്ന് വരുന്നത് അത്ര തന്നെ താഴോട്ടേക്ക് പോവാണ്. സോ V2 ഈക്വൽ ടു V1. ഇനീഷ്യലി വോളി അപ്ലൈ ചെയ്ത വോളിയം തന്നെയാണ് ഫൈനൽ വോളിയേക്ക് വരുന്നത്. V2 ഈക്വൽ ടു V1. സോ U2 ഈക്വൽ ടു U1, V2 ഈക്വൽ ടു V1. നമുക്കുള്ള കണ്ടീഷനൊക്കെ എടുത്തു. ഓക്കെ, V2 ഈക്വൽ ടു V1 ഈക്വൽ ടു ഒരു വോളി, ഒറ്റ വോളിയേ ഉള്ളൂ അല്ലേ? ഒറ്റ വോളിയം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V വോളിയം. ഒരു വോളിയം ആണ് മുകളിൽ ഫ്ലോ ചെയ്യുന്നത് വെള്ളം. സോ അത് തന്നെ താഴോട്ടേക്കും പോകുന്നത്. സോ ഒറ്റ വോളിയം മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ട്. V2 ഈക്വൽ ടു V1 ഈക്വൽ ടു V. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ. എങ്ങനെ എഴുതാം നമുക്ക്? ഇക്വേഷൻ മാത്രമേ സ്റ്റോപ്പ് ചെയ്യാം. ഇക്വേഷൻ ഈസ് H1 പ്ലസ് ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. H1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയത് P1 V1 ആയിരുന്നു അല്ലേ? അങ്ങനെ എഴുതാം. U1 പ്ലസ് P1 V1 പ്ലസ് P1 സ്ക്വയർ ബൈ 2 പ്ലസ് Z1G പ്ലസ് Q അല്ലേ? ഈക്വൽ ടു U2 പ്ലസ് P2 V2 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് Z2G പ്ലസ് W. ഓക്കെ, U1 ഈക്വൽ ടു U2 ആണ് അല്ലേ? U1 ഈക്വൽ ടു U2 ആണ്. സോ സെയിം വാല്യൂ ആണ് ഇവിടെ ഉണ്ടാവുക. U1 ഈക്വൽ ടു U2 ആണ്. സോ സെയിം വാല്യൂ ആണ് ഉണ്ടാവുക. സോ ലെഫ്റ്റും റൈറ്റും സെയിം വാല്യൂ ആണെങ്കിൽ കട്ട് ദ വാല്യൂ ഓഫ് U1 and U2 കട്ട് ചെയ്യുക. ഓക്കെ, U1 and U2 we can cut the value of U. So we can also cut the value of Q here. Q cut here. Q equal to 0. Z2 equal to 0. So the term Z2G equal to 0. Okay. Z2 equal to 0. So Z2 equal to 0. Okay. So V1 V2 എന്നുള്ള ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം V1 വേറെയും V2 വേറെയും അല്ല ഉള്ളത്. P1 V1 എന്നുള്ള ടേമാണുള്ളത്. സോ P1 V1 എന്ന ഒറ്റ ടേമാണ്. സോ U1 ഈക്വൽ ടു U2 ആണ്. V1 ഈക്വൽ ടു V2 തന്നെയാണ്. സോ നമ്മൾ U1 ഈക്വൽ ടു U2 വേറെ ടേമായി നിൽക്കുന്ന വാല്യൂ ആണ്. നമുക്ക് വേണം കട്ട് ചെയ്യാം. ഓക്കെ, സോ P1 V1 എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് അവിടെ ഉള്ളത്. P2 V2 എന്നുള്ള ക്വാണ്ടിറ്റി ആണ് അവിടെ ഉള്ളത്. സോ വി കനോട്ട് കട്ട് ദ വാല്യൂ ഓഫ് P1 V2. ആ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. വി കനോട്ട് കട്ട് ദ വാല്യൂ ഓഫ് E എന്നുള്ള വാല്യൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല. പ്രഷർ വോളിയം പ്രൊഡക്റ്റ് ആണ്. സോ അതൊരു എനർജിയാണ്, കെമിക്കൽ എനർജിയാണ്. So V1 equal to V2 equal to V ആണ് അല്ലേ? So we can change the equation that P1V plus C1 square by 2 plus
Z1G equal to P2V. V1 equal to V2 equal to P plus C2 square by 2 plus W. Okay. This is the equation for the case of turbine. What a turbine case equation ആണ്. That is P1V plus C1 square by 2 plus C1. V equal to specific volume, P1 equal to pressure, internal pressure, initial pressure, C1 initial volume, initial velocity, G gravitational force. That is എടുക്കുന്നത് Z1 atom height. Okay. This is equation 4. നമ്മുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം ഡബ്ല്യുവിന്റെ വാല്യൂ ക്യൂവിന്റെ വാല്യൂ നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ആവാം. അത് ഓരോ മെഷീന് പോയിരിക്കും. ടർബൈൻ്റെ കേസിൽ എന്താണ് W is positive. W is positive. അത് ഓരോ ഓഡിഷൻ അത് എഴുതി നോക്കണം കേട്ടോ. W is positive. Work done by the system ആയതുകൊണ്ട്. Work done by the system. എന്താ നമ്മൾ വെള്ളം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു വർക്കല്ല കൊടുക്കുന്നത്. ഓക്കെ, വർക്കല്ല കൊടുക്കുന്നത്, വർക്ക് അതിനകത്ത് ഉണ്ടാകുന്നതാണ്. സോ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. സോ W is പോസിറ്റീവ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ പെർട്ടിക്കുലർ 3-4 അപ്ലിക്കേഷൻ്റെ 4-5 അപ്ലിക്കേഷൻ്റെ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഡെറൈവ് കണ്ടീഷൻ വെച്ച് എഴുതാനുണ്ട്. സോ വി ക്യാൻ കണ്ടിന്യൂ ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.